അപ്പോൾ ഇതെല്ലാം ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഫൈനൽ പ്രാക്ടീസാണ്. അപ്പം നമുക്കിപ്പം ഡ്രൈവിംഗ് വണ്ടി ഓടിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കോൺഫിഡൻസ് കുറവുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ ഓടിച്ച് പ്രാക്ടീസ് ചെയ്ത് ആ കോൺഫിഡൻസ് നമുക്ക് വരുത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സസൈസാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു കയറ്റമാണ്. അപ്പോൾ അവിടെയുള്ള ആക്സിലേറ്റർ കൊടുത്താണ് കയറ്റാനുള്ളത്. ഇതൊക്കെ തനിച്ചായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു എക്സസൈസാണ്. അപ്പോൾ നമ്മൾ തനിച്ചയാൾ ആക്സിലേറ്റർ കൊടുത്ത് കയറ്റി അവിടെ തിരിക്കേണ്ട പോയിൻ്റുകളിൽ കൃത്യമായി ആൾ തിരിക്കും. അപ്പോൾ ഒരു പക്ഷേ അങ്ങനെ തിരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന് സ്റ്റോപ്പ് എന്ന് പറയുമ്പം ആളപ്പോഴും വണ്ടിയെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അത്തരം കോൺഫിഡൻസ് ഉള്ള കുട്ടികളാണ് ഇവിടെ ഗ്രൗണ്ടിൽ വണ്ടി തനിച്ചോടിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന സൂപ്പർ എക്സ്പീരിയൻസുകളാണ്. അപ്പോൾ ഇതുപോലെ നമ്മളങ്ങ് ഓടിച്ചങ്ങ് ഓക്കെ ആകണം. അതാണ് MGN മോട്ടോ ഡ്രൈവിംഗ് സ്കൂൾ ഓരോ കുട്ടികൾക്കും കൊടുക്കുന്ന ക്ലാസ്സുകൾ. അപ്പോൾ ആ ക്ലാസ്സുകളെ അതുപോലെ ഉപയോഗപ്പെടുന്ന കുട്ടികളെല്ലാം അടിപൊളിയാവും, സൂപ്പറാവും. ഇപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന രേഷ്മയാണ്. രേഷ്മ എങ്ങനെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് ഞാനിങ്ങനെ നോക്കിക്കാണും. കാരണം രേഷ്മയ്ക്ക് പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും ഞാൻ കൊടുക്കുന്നില്ല. പകരം രേഷ്മ ഓടിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ നോക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ഞാനത് കറക്റ്റ് ചെയ്യും. ഇപ്പോൾ വണ്ടി സൈഡ് മാറിപ്പോയി, പക്ഷേ അതെല്ലാം രേഷ്മ അത് കറക്റ്റ് ചെയ്തെടുത്ത് ഇപ്പോൾ അതുപോലെ വണ്ടിയെ 2 കമ്പികൾക്കിടയിൽ സെൻറ്ററായിട്ട് കൊണ്ടുവരണം. അതും രേഷ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ായിട്ടുള്ളൊരു ഏരിയയാണ്. ഇവിടെ ഇനി ആൾ വണ്ടി ലെവലാക്കണം, ബ്രേക്ക് ചെയ്യണം, റിട്ടേൺ ചെയ്യണം. അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യണം. റിട്ടേൺ ചെയ്തു ഇനി അതുപോലെ ആൾ ബ്രേക്ക് ചെയ്ത് ഇറക്കി വേണം തിരിക്കാനുള്ളത്. അപ്പോൾ അത് ആൾ ചെയ്യുന്നു എന്ന് ഞാനിങ്ങനെ നോക്കുകയാണ്. ആൾ ചെയ്യുന്നത് കറക്റ്റാണ്. കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വിളിക്കും, സ്റ്റോപ്പ് എന്ന് ഞാൻ വിളിക്കുമ്പോൾ ആൾ സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ തിരിക്കാൻ പറയും, തിരിച്ചിരിക്കാൻ പറയും. അപ്പോൾ ഇതെല്ലാം ഓരോ കുട്ടികൾക്കും കിട്ടുന്ന സൂപ്പർ എക്സ്പീരിയൻസാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ആ കുട്ടി തനിച്ച് ഓടിക്കും എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയുമോ. കാരണം കൺട്രോൾ പോയാൽ അയാൾ ബ്രേക്ക് ചെയ്ത് നിർത്തിക്കോളും, കൃത്യമായി തിരിക്കും, അങ്ങനെയൊക്കെ ഒരു കോൺഫിഡൻസ് ആ കുട്ടിക്ക് ഉണ്ട് എന്നാണ് കൊടുക്കുന്നത്. ആ കുട്ടിയെ സംബന്ധിച്ചോളം അതിന് ടെൻഷനും കാര്യങ്ങളൊക്കെ കാണും. ഓടിച്ച് വരുമ്പോൾ തോന്നും ഓക്കെ കറക്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നെ പറ്റും എന്നുള്ള ശകലം റിസ്കി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ആക്സിഡൻറ്റ് കൊടുത്തു വരൂ. റൗണ്ടിൽ വരുമ്പോൾ രേഷ്മയെടുത്ത് നമുക്കിതിൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നെങ്കിൽ ഞാൻ നോക്കുന്നത് രേഷ്മയുടെ മൂവ്മെൻറ്റുകളാണ്. അപ്പോൾ അവിടെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ സ്റ്റിയറിംഗ് ലെവലായത് വണ്ടി ഓക്കെ ആവുള്ളൂ. അവിടെ രേഷ്മ സ്റ്റിയറിംഗ് കൃത്യമായി തന്നെ തിരിച്ചു. ഇവിടെ ഞാൻ വിളിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുമായിരുന്നു. അതെല്ലാം ഓരോ കുട്ടികൾക്കും ചെയ്യാൻ കഴിയുന്നു. ഈ ഒരു ലെവലിലോട്ട് നിങ്ങൾ ഉയരണം. അത് നിങ്ങളെ ആ ഒരു ആക്ടിവിറ്റി പോലെയാണ് അതിൽ. അവിടെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും വേഗത കുറച്ചൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റേജിൽ എത്തിപ്പെടുക എന്നുള്ളത് എളുപ്പമല്ല. അപ്പോൾ ഇപ്പം
രേഷ്മയ്ക്ക് ഒരു കാറുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് രേഷ്മയ്ക്ക് വീട്ടിൽ ആ കാർ ഇതുപോലെ ഓടിക്കാം. ഡ്രൈവിംഗ് ടെസ്റ്റ് ആയി വരുന്നതേ ഉള്ളൂ. 30-ാം തീയതിയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ്. ഇന്നിവിടെ ഇപ്പോൾ എത്രയായി? ഇന്നിവിടെ 22ആയി. പിന്നെ രേഷ്മയെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പോകും. രേഷ്മ സ്റ്റോപ്പ്. വെരി ഗുഡ്, സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പറ? ഓക്കെ. അപ്പം ഞാൻ കിടന്ന് വിളിക്കുകയും ബഹളം ഉണ്ടാക്കിയൊന്നും ചെയ്തില്ല. ഞാൻ അതൊക്കെ വേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ നോക്കിക്കണ്ടപ്പോഴത്തേ എല്ലാം കറക്റ്റായിരുന്നു, പെർഫെക്റ്റായിരുന്നു. ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ രേഷ്മയ്ക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ തനിച്ച് എടുത്ത് ഓടിച്ച് അങ്ങ് തെളിയാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് എടുത്തതിനും പോലെ ഗ്രാജുവലി ഇതുപോലെ ഡെവലപ്പായി വരും. എങ്ങനെയുണ്ട് ഇത്തരം എക്സ്പീരിയൻസ്? രേഷ്മ ഇപ്പോഴും നമ്മൾ വണ്ടി ഗ്രൗണ്ടിൽ തനിച്ചാണ് ഓടിച്ചത്. ഓക്കെ. പക്ഷേ ഇങ്ങനെ തനിച്ച് ഓടിക്കാൻ ഇത്തിരി ലേറ്റായി അല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും പറഞ്ഞില്ല, കറക്റ്റായിട്ട് ഓടിച്ചു. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ രേഷ്മയുടെ ഫാദറിന് കാറുണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡിന് കാറുണ്ട്. ഈ സ്റ്റേജിൽ അവർ തനിച്ച് ഓടിക്കാൻ തരുമോ? പക്ഷേ പലരും വണ്ടി കൊടുക്കാറില്ല. പലരും പറയും നീ തെളിഞ്ഞില്ല, നീ തെളിയണം, തെളിഞ്ഞിട്ടേ തരുള്ളൂ, അങ്ങനെയൊക്കെ പറയുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ഇതുപോലെ നമുക്ക് ഓരോ കുട്ടികൾക്കും ഇതുപോലെ കാർ ഓടിക്കാനുള്ള ഓരോ അവസരം നമുക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മൾ തനിച്ച് ഓടിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും. ഒരു കാർ ഇത്രയേ ഉള്ളൂ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇങ്ങനെ വണ്ടി തനിച്ച് ഓടിച്ചപ്പം എന്താണ് രേഷ്മയുടെ എക്സ്പീരിയൻസ്? ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ വിചാരിച്ചത് എനിക്ക് ഒരു കാറ് തനിച്ച് ഓടിക്കാൻ പറ്റുകയാണെങ്കിൽ കൂടി എന്തായാലും കുറച്ച് മാസങ്ങൾ എടുക്കും. ഒരു മിനിമം ഒരു 6 മാസമെങ്കിലും എടുക്കുമെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ ഒരു 1 മന്ത് ആകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഒറ്റയ്ക്ക് ഒരു കാറ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജായി. ഭയങ്കര തിരക്കുള്ള റോഡിൽ പറ്റിയില്ലെങ്കിൽ കൂടി അത്യാവശ്യം ഇങ്ങനെയുള്ള ഗ്രൗണ്ടുകളിലും ഒരു വണ്ടിയെ തപ്പിപ്പിടിച്ച് ഓടിക്കാൻ പറ്റുന്ന സ്റ്റേജായി. ഒരു അപകടത്തിൽ പെടുന്നുവെങ്കിൽ അത് അപകടത്തിന് മുമ്പ് മനസ്സിലാക്കാനും വണ്ടിയെ ബ്രേക്ക് ചെയ്ത് നിർത്താനും കഴിയും. ഇതിൻ്റെ പിന്നിൽ ഒരാൾ അത്യധ്വാനം ചെയ്തിട്ടുണ്ട്. ആരാണെന്നറിയാമോ? അത് സാറ് കിടന്ന് വേളം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കാൻ വേണ്ടിയല്ല. രേഷ്മ മനസ്സിൽ കണ്ടതുപോലെ എനിക്ക് 3 മാസം വേണം എന്ന് പ്ലാൻ ചെയ്ത രേഷ്മയെ ഇപ്പോൾ 25 ദിവസം ക്ലാസ്സായി. 25 ദിവസം ക്ലാസ് കൊണ്ട് ഈ പരുവത്തിൽ നിന്ന് മാറ്റിയെടുത്തു. ഇനി നമ്മൾ ഓടിക്കുന്നതോറും നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലാകും. എന്തായാലും നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ രേഷ്മ, കൺഗ്രാറ്റ്സ്. മിടുക്കി. ഓക്കെ, കണ്ടിന്യൂ. നേരെ താഴെ പോയി വീണ്ടും ഒരിക്കൽ കൂടെ കറങ്ങി തിരിച്ചു വരും.